ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ സിംഗിൾ ഡയമെൻഷണൽ അറേയെക്കുറിച്ചാണ് പറഞ്ഞല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ അടുത്ത ടോപ്പിക്കായ ടു ഡയമെൻഷണൽ അറേയെക്കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ സിംഗിൾ ഡയമെൻഷണൽ അറേ പറഞ്ഞപ്പം എങ്ങനെ പറഞ്ഞേ? ഇങ്ങനെയായിരുന്നു അല്ലേ. അതായത് സിംഗിൾ റോ. ഇവിടെ റോ എന്ന് പറയുന്നത് ഒരു റോയേ ഉള്ളൂ, സിംഗിൾ റോയാണ്. മൾട്ടിപ്പിൾ കോളം ഉണ്ട് അല്ലേ, മോർ ദാൻ വൺ കോളം ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഓരോന്നും ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാന്ന് പറഞ്ഞു അല്ലേ. എത്രയുണ്ടോ അത്രയും പൊസിഷൻ നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ സിംഗിൾ റോ വിത്ത് മോർ ദാൻ വൺ കോളം, അതാണ് സിംഗിൾ ഡയമെൻഷണൽ അറേ പറയുന്നത്. ഓക്കെ, സിംഗിൾ റോ വിത്ത് മോർ ദാൻ വൺ കോളം. പിന്നെ അതിനകത്ത് വേറൊരു പോയിന്റ് പറഞ്ഞെന്തായിരുന്നു? എല്ലാം ഹോമോജീനിയസ് ഡാറ്റ ആയിരിക്കണം അല്ലേ, സെയിം ഡാറ്റ ടൈപ്പിലുള്ള ഡാറ്റാസ് ആയിരിക്കണം അവിടെ സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ടു ഡയമെൻഷണൽ അറേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കും അല്ലേ, എങ്ങനെ ഇരിക്കും? മോർ ദാൻ വൺ കോളം, മോർ ദാൻ വൺ റോ അല്ലേ. എങ്ങനെ വരും? ഇങ്ങനെ ഒരു ഫോർമാറ്റ്. ഇത് നമ്മളൊരു ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യില്ലേ, അതുപോലെ ഇരിക്കും വരുന്നത്. മോർ ദാൻ വൺ റോയും കാണും, മോർ ദാൻ വൺ കോളവും കാണും. കണ്ടോ? ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഓരോന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് റോയാണ് അല്ലേ. അപ്പോൾ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് 0, അടുത്ത 1 2 3 4 അല്ലേ. അടുത്ത കോളം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് 0 1 2 3 4 അല്ലേ. അപ്പം നമ്മൾ സിംഗിൾ ഡയമെൻഷണൽ അറേ പറഞ്ഞപ്പോൾ അതിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഒരു വാല്യൂ പറഞ്ഞുള്ളൂ അല്ലേ, ഒറ്റ സിംഗിൾ വാല്യൂ പറഞ്ഞിട്ടാണ് ചെയ്തു പോയത്. അപ്പോൾ ഇവിടെയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും വരുന്നത്? ടു ഡയമെൻഷണൽ അറേ പറയുമ്പോൾ എങ്ങനെ വരും? 2 ഡയമെൻഷൻ പറയണം. മനസ്സിലായോ? റോയും പറയണം, കോളവും പറയണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 0 0 എന്നായിരിക്കും. അതായത് റോ 0 കോളം 0. നമ്മൾ എപ്പോഴും ആദ്യം ഫസ്റ്റിൽ സ്പെസിഫൈ ചെയ്യുന്നത് റോയും സെക്കൻഡ് സ്പെസിഫൈ ചെയ്യുന്നത് കോളവുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 0 എന്ന് പറയുമ്പോൾ ഇതാണ് അതിൻ്റെ പൊസിഷൻ പറയുന്നത്. അതേസമയത്ത് 1 2 എന്ന് പറയുമ്പോൾ ഏതാണ്? ഇതാണ് പൊസിഷൻ പറയുന്നത്. ഓക്കെ, ഈ പൊസിഷനായിരിക്കും 1 2 എന്ന് പറയുന്നത്. അതുപോലെ 3 4 എന്ന് പറയുമ്പോൾ ഏതാണ്? തേർഡ് റോ ഫോർത്ത് കോളം. 3 4 എന്ന് പറയുമ്പോൾ തേർഡ് റോ ഫോർത്ത് കോളം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റും, കാരണം മാത്സിൽ നമ്മൾ മെട്രിക്സ് ഒക്കെ പറയുന്ന സമയത്ത് അത് നമുക്ക് അറിയാം അല്ലേ. കോളവും റോയും നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പോകുന്നുണ്ട്. ആ സെയിം തന്നെയാണ് ഇവിടെ എന്താണ്? റോയും കോളവും നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത് പറയണം. മെട്രിക്സിൽ പറയില്ലേ, അത് സെയിം തന്നെയാണ് ഇതിൽ നമ്മൾ ടു ഡയമെൻഷണൽ അറേയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിക്ലറേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ഡിക്ലറേഷൻ വരുന്നത് എങ്ങനെയായിരിക്കും? ഇൻഡ് അറേ നെയിം പറയണം, സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 2, അടുത്ത സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 2 2 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? ഒരു 2x2 മാട്രിക്സ് ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. ഇവിടെ 2 and 3 കൊടുത്തു കഴിഞ്ഞാലോ, ഇങ്ങനെ കൊടുത്താലോ 2 3 കൊടുത്തു കഴിഞ്ഞാൽ 2 റോ 3 കോളം ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെയാണ് മാറുന്നത്? 2 റോ 2 റോ 3 കോളം. കണ്ടോ? ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിരിക്കും ഈ 2 3 കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത്. അതേസമയം 2 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഏതാ വരുന്നത്? ഒരു 2x2 മെട്രിക്സ് അല്ലേ, ഇതായിരിക്കും വരുന്നത്. 2 റോ 2 കോളം. ഇതാണെങ്കിൽ 2 റോ 3 കോളം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇത് മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇൻഡെക്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-യിലാണ്. അപ്പോൾ ഇതിൽ സൈസ് ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് സൈസ് -1. അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ഡിക്ലറേഷൻ ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഇതിനകത്ത് വാല്യൂസ് റീഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഡിക്ലെയർ ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ സിംഗിൾ ഡയമെൻഷണൽ അറേയിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഇൻഡെക്സിന് വേണ്ടി ഒരു വേരിയബിളാണ് യൂസ് ചെയ്ത്, ഐ മാത്രം അല്ലേ. ഇവിടെ ആണെങ്കിൽ എന്ത് പറയണം? ഐയും വേണം ജെയും വേണം. ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? പ്രിന്റ് ഓഫ് ഒരു മെസ്സേജ് കൊടുക്കാം. എൻ്റെ 2x2 മാട്രിക്സ് പറയാം അല്ലേ, 2x2 മാട്രിക്സ്. റീഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫോർ ലൂപ്പ് വേണം അല്ലേ. ഫോർ i is equal to 0, i less than ഏത് വരെയാണ്? റോ മാക്സിമം ഏത് വരെ പോകണം? less than 2 എന്ന് പറയുമ്പോൾ ഏത് വരെ പോകും? 1 വരെ പോകും അല്ലേ. 1 2 i ++ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? ഇങ്ങനെ ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞല്ലേ. 2x2 മാട്രിക്സ് പറയുമ്പോൾ ഇങ്ങനെ വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യം റീഡ് ചെയ്യേണ്ട ഈ പൊസിഷനിൽ, അതായത്
0 0 ഈ പൊസിഷനിലെ വാല്യൂ ആണ് റീഡ് ചെയ്യുന്നത്. സെക്കൻഡ് റീഡ് ചെയ്യുന്ന ഏതാണ്? 0 കോളം റോയിൽ തന്നെ നെക്സ്റ്റ് 1 എന്ന് പറയുന്ന കോളം അല്ലേ? ഇങ്ങനെ വേണം. അപ്പം ഈ വാല്യൂ ചേഞ്ച് ചെയ്യാതെ തന്നെ ഇത് ലാസ്റ്റ് വരെ മൂവ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഈ റോയുടെ വാല്യൂ ചേഞ്ച് ചെയ്യാതെ തന്നെ കോളം 0 ആയിട്ടും 1 ആയിട്ടും ചെയ്യണം അല്ലേ? അപ്പൊ എന്താണ് അടുത്ത ഇതിനകത്ത് എന്ത് പറയണം? ഒരു നെസ്റ്റഡ് ലൂപ്പിംഗ് ആണ് ഇവിടെ കൊടുക്കുന്നത്. j is equal to 0, j less than 2, j പ്ലസ് പ്ലസ് പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് ഇത് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാം, ബ്ലോക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇതിനകത്ത് വരുന്ന വീണ്ടും ഒരു ഫോർ ലൂപ്പാണ് വരുന്നത് അല്ലേ? അപ്പോൾ ആ ഫോർ ലൂപ്പ് ഇതിൻ്റെ ഈ സ്റ്റെപ്പിനെ എടുക്കുമ്പോൾ എന്താണ് ഇതിനകത്ത് ഈ ഒരു ബ്ലോക്കാണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇതിനകത്ത് ഒരു ബ്ലോക്ക് 4 ബ്ലോക്കാണ് വരുന്നത്. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇതിലോട്ട് മൂവ് ചെയ്തോളൂ. അതൊരു ബ്ലോക്കായിട്ട് കൊടുക്കുന്നത് കൊണ്ട് ഈ ബ്ലോക്കിംഗ് ഇവിടെ വേണമെന്നില്ല. ഇട്ടാലും കുഴപ്പമില്ല, ഇട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പൊക്കോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ റീഡ് ചെയ്യാൻ വേണ്ടി എന്ത് പറയുന്നു? സ്കാനർ എങ്ങനെ പറഞ്ഞു? %d അഡ്രസ് ഓഫ് a of i j. കണ്ടോ? ഇതിവിടെ ക്ലോസ് ചെയ്തു. ഇത് നമ്മൾ ബ്ലോക്ക് ഇട്ടതുകൊണ്ട് ഇവിടെയും ക്ലോസ് ചെയ്യണം. ഇവിടെ ഇട്ടില്ല എന്നെങ്കിൽ ഇത് വേണമെന്നില്ല, അതില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു ഫോർ ലൂപ്പാണ്, ഇതിനകത്ത് വരുന്ന വീണ്ടും ഒരു ഫോർ ലൂപ്പാണ് അല്ലേ? അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സിംഗിൾ സ്റ്റെപ്പിനെ എടുക്കുമല്ലോ, അപ്പോൾ അത് എടുക്കുന്ന ഫോറിനെയാണ്. അപ്പോൾ ഈ ബ്ലോക്കിനെ ഹോളായിട്ട് എടുക്കും. ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൈം വരും, ഇത് ഓട്ടോമാറ്റിക് അവിടെ പൊയ്ക്കോളും. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് തെറ്റില്ലാതെ ചെയ്യാൻ വേണ്ടി എപ്പോഴും ബ്ലോക്ക് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇവിടെ റീഡ് ചെയ്തു അല്ലേ? റീഡ് ചെയ്യുമ്പോൾ ആദ്യം എങ്ങനെ വരുന്നത്? ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 0 അല്ലേ? ഒരു വാല്യൂ റീഡ് ചെയ്യും. അപ്പോൾ ഈ പെർട്ടിക്കുലർ പൊസിഷനിൽ ഇപ്പോൾ ഞാൻ 10 എന്നാണ് കൊടുത്തെങ്കിൽ ഇവിടെ വാല്യൂ റീഡ് ചെയ്തു. അത് കഴിയുമ്പോൾ എന്താണ്? ഐ ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ? നേരെ ഇവിടെയാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ജെ ചേഞ്ച് ചെയ്യും. ജെ ചേഞ്ച് ചെയ്യുന്നത് ഈ 0 1 ആയി. അപ്പോൾ ആ റീഡ് ചെയ്യുന്ന വാല്യൂ നെക്സ്റ്റ് വാല്യൂ ഇവിടെ വരും, 20 എന്നുള്ളത് അവിടെ വരും. ഓക്കെ, അത് കഴിയുമ്പോൾ എന്തായി? ജെ മാക്സിമം ആയി അല്ലേ? 2 ആയി. 2 ആകുമ്പോഴത്തേക്കും കണ്ടീഷൻ ഫോൾസ് ആയി. ഇവിടെ നിന്ന് ഈ ലൂപ്പിൽ നിന്ന് ഇന്നർ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവും. നേരെ ഐയുടെ വാല്യൂ ചേഞ്ച് ആവും. ഐയുടെ വാല്യൂ ചേഞ്ച് ആയിട്ട് എന്തായി? I 1 ആവും. I 1 ആകുമ്പോൾ വീണ്ടും ഇങ്ങോട്ടുള്ള ലൂപ്പിലോട്ടുള്ള എൻട്രി ആണല്ലേ? എൻട്രി വരുമ്പോൾ ഇവിടെ ആദ്യം വരുന്ന ഇനിഷ്യലൈസേഷനിലാണ്. അപ്പോൾ ജെ വീണ്ടും എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു വാല്യൂ റീഡ് ചെയ്തു, അതിവിടെ വന്നു. ഓക്കെ, വീണ്ടും എന്താണ് ഇവിടെ വന്നിട്ട് 1 വാല്യൂ റീഡ് ചെയ്യും. ആ വാല്യൂ ഇവിടെ വന്നു 4 അല്ലേ? വീണ്ടും എന്താ ഇവിടെ വന്നിട്ട് ചേഞ്ച് ചെയ്തു, 3 ആയി. അപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയി. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ നേരെ ഔട്ടർ ലൂപ്പിലോട്ട് പോയി. അവിടെ വരുമ്പോഴും എന്താണ് കണ്ടീഷൻ? I 3 ആവും. I 3 ആകുമ്പോൾ വീണ്ടും കണ്ടീഷൻ ഫോൾസ് ആയി അല്ലേ? അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം? ഈ സെയിം തന്നെ നമുക്ക് പ്രിന്റ് ചെയ്യണമെങ്കിലോ വീണ്ടും സെയിം ഇതുപോലെ 2 ഫോർ ലൂപ്പ് കൊടുക്കണം അല്ലേ? ഫോർ I is equal to 0, I less than 2, I plus plus പറഞ്ഞു. ഇതിനകത്ത് അഗെയിൻ അടുത്ത ഫോർ ലൂപ്പ് പറയുക. ഫോർ j is equal to 0, j less than 2, j plus plus പറഞ്ഞു. ഓക്കെ, ഇതിലെങ്ങനെ പറയും? ഇതിൽ പ്രിന്റ് %d ഇട്ടിട്ട് ഒരു സ്പേസ് ഇടാം. ഒരു സ്പേസോ അല്ലെങ്കിൽ ടാബ് കൊടുക്കുക. ടാബ് കൊടുക്കുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് വരും. നമുക്കൊരു സ്പേസ് കൊടുത്താൽ മതി. കോമ എന്ത് പറഞ്ഞു? a of i j. കണ്ട? എന്നിട്ട് ഇത് ക്ലോസ് ചെയ്തു. ഈ ലൂപ്പ് ക്ലോസ് ചെയ്തു. ഇന്നർ ലൂപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ടത്? ഇത് ഐ വേരി ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ലൈനിൽ വരണം അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്ത് പറയുക? പ്രിന്റ് ഒരു ന്യൂ ലൈൻ കൊടുക്കുക. പ്രിന്റ് ഒരു ന്യൂ ലൈൻ /n കൊടുത്തു. മനസ്സിലായോ? അതെന്തിനാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ പറഞ്ഞത് 10 പറഞ്ഞു, നെക്സ്റ്റ് 20 പറഞ്ഞു, ഇവിടെ 10 പറഞ്ഞു, നെക്സ്റ്റിൽ 20 പറഞ്ഞു. അടുത്ത വാല്യൂ നെക്സ്റ്റ് ലൈനിൽ വരണം അല്ലേ? 30ൽ വരണം. മനസ്സിലാവുന്നുണ്ടോ? 30ലും അടുത്തത് നെക്സ്റ്റ് ലൈൻ ഇവിടെ വരും. സെയിം ലൈനിൽ തന്നെ 40 വന്നു. വീണ്ടും കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇവിടെ 3 റോ ഉണ്ടെങ്കിൽ വീണ്ടും ന്യൂ ലൈനിൽ വരണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇന്നർ ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂ ലൈൻ. അപ്പോൾ അത് മനസ്സിലായല്ലോ? അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലേ? അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ചെയ്തത് ഇപ്പോൾ റീഡ് ചെയ്ത് കഴിഞ്ഞ ഹോൾ സമ്മാണ് എനിക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇപ്പോൾ ഇതിനകത്തുള്ള എല്ലാ നമ്പേഴ്സിൻ്റെയും സമ്മാണ് നമുക്ക് കൊടുക്കണ്ടേ? അപ്പോൾ സം കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റാം? ഈ ലൂപ്പിംഗ് ബ്ലോക്കിനെ എങ്ങനെ മാറ്റാം? നമുക്ക് ഹോൾ സമ്മാണ്, ഇതിനകത്തുള്ള എല്ലാ ഇതിൻ്റെയും നമ്പേഴ്സാണ്, ഹോൾ സമ്മാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് പറയും?
ഇവിടെ ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യും അല്ലേ. ഇവിടെ ഒരു ഇൻറ്റ് എസ് കൂടെ പറഞ്ഞു. എസ് നമ്മൾ പറഞ്ഞു അല്ലേ, സം ആകുമ്പോൾ എപ്പോഴും സീറോ ഇനിഷ്യലൈസേഷൻ ചെയ്യണം എന്ന് പറഞ്ഞത് മറന്നു പോരുത്. സം ആകുമ്പോൾ സീറോ ഇനിഷ്യലൈസേഷൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പ്രിന്റ് എഫിന് പകരം എന്ത് കൊടുക്കുന്നു, പ്രിന്റ് എഫിന് പകരം എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ ജെ എന്ന് കൊടുത്തു. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, ഐ ജെ കൊടുത്തു. അപ്പോൾ ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യും, ഐയുടെ വാല്യൂ ഐയും ജെയും വേരി ചെയ്യുന്നതനുസരിച്ച് ഈ വാല്യൂസ് എടുക്കും. ഫസ്റ്റ് ടൈമിൽ 0 0 വരുമ്പോൾ 10 എടുക്കും, അതിനെ എസിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എസിനകത്ത് ഇപ്പോൾ 10 ഉണ്ട് അല്ലേ. സെക്കൻഡ് ടൈം വരുമ്പോൾ 0 1 ആണ്, അപ്പോൾ 20 എന്ന് പറയുന്ന വാല്യൂ എടുക്കും. അപ്പോൾ ആ 10ൻ്റെ കൂടെ വീണ്ടും 20 ആഡ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ വീണ്ടും വരുമ്പോൾ എന്താണ്, ഐ ആണ് വേരി ചെയ്യുന്നത്. അപ്പോൾ എന്താ വരുന്നത്, 1 0 എടുക്കും അല്ലേ. 1 0 എന്ന് പറയുന്ന പൊസിഷൻ എടുക്കും. അപ്പോൾ വീണ്ടും നേരത്തെ ഉണ്ടായിരുന്ന 30യുടെ കൂടെ എന്താ ഈ 30 ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ എത്രയായി, 60 ആയി. എന്നിട്ട് അത് കഴിഞ്ഞാൽ എന്താണ്, വീണ്ടും ജെ വേരി ചെയ്തിട്ട് 40 എന്ന് പറയുന്ന നമ്പർ എടുക്കും, അതും കൂടെ ആഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ 60 പ്ലസ് 40 എത്രയായി, 100 ആയി. ഓക്കെ, അപ്പോൾ ഈ 100 നമുക്കിവിടെ ഇത്, അപ്പോൾ ഈ ലൂപ്പിനകത്ത് പ്രിന്റ് എഫ് ഇവിടെ വരില്ല അല്ലേ, ന്യൂ ലൈൻ ഇവിടെ വേണ്ട. ഇതിവിടെ ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ പ്രിന്റ് എഫ് എന്ത് കൊടുക്കുക, സം ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം, പെർസെൻറ്റേജ് ഡി കൊടുത്തിട്ട് ഈ എസ് പ്രിന്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾ സം ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഈ അറേയുടെ എല്ലാ എലമെൻസിൻ്റെയും എല്ലാ എലമെൻസും എടുത്ത് സം ചെയ്തിട്ടായിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, 2 ഡയമെൻഷണൽ അറേ പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അറേ റീഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 2 ഫോർ ലൂപ്പ് വേണം. ഇന്നർ ലൂപ്പിനകത്ത് സ്കാൻ എഫ് പറഞ്ഞിട്ട് റീഡ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന എക്സാമ്പിളിൽ നമുക്കിത് റിപ്പീറ്റ് പറയണമെന്നില്ലല്ലോ. അപ്പോൾ റീഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിനകത്തും നമുക്ക് സെയിം ആണ്. ഇവിടെ റോയും ഫസ്റ്റിൽ ഈ വരുന്ന ഫോർ ലൂപ്പിൽ ഫസ്റ്റിൽ വരുന്നത് റോയും ഈ സെക്കൻഡിൽ വരുന്നത് കോളമാണ്. ഇതിലിപ്പം രണ്ടും ഞാനൊരു 2x2 മെട്രിക്സ് ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ രണ്ടും ഈ 2 2 എന്ന് വന്നത് അല്ലേ. ഇതേ സമയത്ത് ഇവിടെ 2ഉം ഇവിടെ 3ഉം ആയിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, ഇവിടെ 2 ആയിരിക്കും, ഇവിടെ 3 ആയിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് കൊടുത്തോളൂ. ഏത് പിന്നെ ഡയമെൻഷനുള്ള മെട്രിക്സ് ആണ് പറയുന്നത് എന്നുള്ളത് നോക്കിയിട്ട് റോയും കോളവും, ഔട്ടർ ലൂപ്പിൽ വരുന്ന റോയും ഇന്നർ ലൂപ്പിൽ വരുന്നത് കോളവുമായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോർഷൻ നമുക്കിനി റിപ്പീറ്റ് വേണ്ട. അപ്പോൾ അറേ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഫംഗ്ഷൻ കാൽക്കുലേഷനൊക്കെ ചെയ്യേണ്ടത് അത് നമുക്ക് പറഞ്ഞു പോവാം. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഒരു മെട്രിക്സ് ഡിക്ലെയർ ചെയ്തു, ഇൻറ്റ് എ 4 4 എന്ന് പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഐ ജെ എന്ന് പറയുന്ന 2 വേരിയബിൾ എന്തായാലും വേണം അല്ലേ, അത് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ട്രാൻസ്പോസ് ആണ്. ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്, റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക അല്ലേ. റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുക. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ കൊടുക്കുകയാണ്, ഇപ്പോൾ ഒരു 3x3 മാട്രിക്സ് ആണ്. 1 2 3 4 5 6 7 8 9 ആണെങ്കിൽ നമ്മൾ ഇതിന് ട്രാൻസ്പോസ് എഴുതാൻ പറയുമ്പോൾ എങ്ങനെ ചെയ്യുന്നത്, റോ എടുത്ത് കോളമാക്കുക, കോളം എടുത്ത് റോ ആക്കുക അല്ലേ. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നു, 1 4 7, അടുത്തത് 2 5 8, അടുത്തത് 3 എന്ത് വന്നു 6 9 അല്ലേ. ഈ ഫസ്റ്റ് റോ എടുത്ത് അതിന് കോളമാക്കി, അടുത്ത റോ എടുത്ത് അടുത്ത കോളമാക്കി അല്ലേ, അടുത്ത റോ എടുത്തിട്ട് അടുത്ത കോളമാക്കി. അതാണ് ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു മെട്രിക്സ് റീഡ് ചെയ്തിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് പ്രിന്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ആദ്യം എന്താണ്, റീഡ് മെട്രിക്സ് അതിൻ്റെ കോഡ് എഴുതിക്കൊള്ളുക. ഓക്കെ, നമ്മൾ പറഞ്ഞാണ് ഇതിനകത്ത് പിന്നെ ഒരു ഫോർ ലൂപ്പിനകത്ത് നമ്മൾ സ്കാനപ്പ് പറഞ്ഞിട്ട് വാല്യൂ റീഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവിടെ 4x4 ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എത്ര ഡയമെൻഷൻ പറയണം, 4 റോയും 4 വരെ മൂവ് ചെയ്യണം, അതായത് <4 വരെ മൂവ് ചെയ്യുക, കോളവും <4 വരെ മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ട്രാൻസ്പോസ് എഴുതുന്നത് എങ്ങനെയായിരിക്കും, 4i is equal to 0, i <4, i പ്ലസ് പ്ലസ് പറഞ്ഞു. ഓക്കെ, അടുത്തത് 4j is equal to 0, j <4, j പ്ലസ് പ്ലസ് അല്ലേ. ഇപ്പം ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, റോ കോളം ആവണം, കോളം റോ ആയിട്ട് മാറണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാം, ലൂപ്പിനകത്ത് പ്രിന്റ് എഫ്
നോർമലി നമ്മൾ അതുപോലെ പ്രിന്റ് ചെയ്യാനാണെങ്കിൽ എങ്ങനെ പറയും? പ്രിന്റ് ഓഫ് എ ഓഫ് ഐ ജെ എന്ന് കൊടുക്കും അല്ലേ? പ്രിന്റ് ഓഫ് ഇങ്ങനെ കൊടുക്കുന്നു, പെർസെൻറ്റേജ് ഡി എ ഓഫ് ഐ ജെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് അതുപോലെ പ്രിന്റ് ചെയ്യും അല്ലേ? അപ്പം നമുക്ക് തിരിച്ച് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? എങ്ങനെ പറയും? ജെ ഐ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ജെ ഐ എന്ന് പ്രിന്റ് ചെയ്യണം. ജെ ഐ എന്ന് പ്രിന്റ് ചെയ്യുമ്പം എങ്ങനെ വരും? ഇവിടെ ബിഗിനിങ്ങിൽ വരുന്ന പൊസിഷൻ, ഈ പൊസിഷൻ നമുക്കിപ്പോൾ ഇങ്ങനെ തന്നെ കൊടുക്കാം. 2 3 4 2 1 ആണെങ്കിൽ 4 ഇവിടെ വന്നു അല്ലേ? 1 2 3 4. അടുത്ത 5 6 7 5 6 അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 വന്നു. അടുത്തത് 7 8 9 കഴിഞ്ഞിട്ട് 1 വന്നു. ഇവിടെ ഇപ്പോൾ ഒരു റോയും കൂടെ വേണ്ടേ? 3 4 5 9. ഇതാണ് മെട്രിക്സ് എങ്കിൽ 3 4 5 9 അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത്. ഒരു 4x4 മെട്രിക്സ് ആണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് തന്നെ നോക്കാം. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇവിടെ ആദ്യം ഫസ്റ്റ് 0 0 എന്ന് പറയുന്ന പൊസിഷൻ എടുത്തു. ബിഗിനിങ്ങിൽ ഐയുടെ വാല്യൂ 0, ജെയുടെ വാല്യൂ 0 അല്ലേ? അപ്പോൾ ഇവിടെ 0 0 എന്ന് പറയുന്ന പൊസിഷൻ എടുത്തിട്ട് ഇവിടെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ജെ 0 ആണ്, ഐയും 0 ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ്? ഐ പിന്നെ ജെ ആണ് വേരി ചെയ്യുന്നത് അല്ലേ? ജെ വേരി ചെയ്തിട്ട് എന്താവും? 1 ആവും. ഓക്കെ, ഐ വേരി ചെയ്യുന്നില്ല, 0 തന്നെയാവും. മനസ്സിലായോ? അപ്പൊ ഇവിടെ 1 0 എന്ന് പറയുന്ന വാല്യൂ എടുത്തു, അതായത് ഈ വാല്യൂ എടുക്കും. 1 0 എന്ന് പറയുന്നത് ഇതല്ലേ റോ? നമ്മളിപ്പോ ഐയും ജെയും എന്നുള്ളതല്ല മീൻ ചെയ്യുന്നത്. ഫസ്റ്റിൽ വരുന്നത് റോയും സെക്കൻഡിൽ വരുന്നത് കോളമാണ് അല്ലേ? അപ്പൊ ഇവിടെയുള്ള വാല്യൂ ആണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. കാരണം ഇന്നർ ലൂപ്പിൽ വന്നേക്കുന്നത് എന്താണ്? ജെ ആണ്. ഓക്കെ, അപ്പൊ ഇന്നർ ലൂപ്പിൽ വന്നിരിക്കുന്ന ഞാൻ കൊടുത്തിരിക്കുന്ന വേരിയബിൾ ഇപ്പൊ ജെ ആണ്. അപ്പൊ ജെ ആണ് ഇൻക്രീസ് ചെയ്ത് 1 ആയിരിക്കുന്നത്. അപ്പൊ ഇത് 0 1 എന്ന് പറയുന്നത് 1 0 എന്ന് പറയുന്ന ഈ പൊസിഷൻ പിക്ക് ചെയ്തിട്ട് അതിവിടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്പേസ് ഒക്കെ ഇട്ടിട്ട് പ്രിന്റ് ചെയ്യാം. അപ്പോൾ ഒരു ഗ്യാപ്പ് ഒക്കെ അവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒറ്റ നമ്പർ ആയിട്ട് നമുക്ക് തോന്നും. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് ഈ ഇതിവിടെ ക്ലോസ് ചെയ്യണം, ഈ 4 ലൂപ്പ് ഇവിടെ ക്ലോസ് ചെയ്യണം. ന്യൂ ലൈൻ കൂടെ പറയണം കേട്ടോ. പ്രിന്റ് ഓഫ് ന്യൂ ലൈൻ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ് 0 0 പ്രിന്റ് ചെയ്തു. അടുത്ത 1 0 എന്ന് പറയുന്നത് പിക്ക് ചെയ്തു. വീണ്ടും ജെ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ ഇന്നർ ലൂപ്പിൽ വന്നിരിക്കുന്ന ജെ എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ജെ 2i, ഐ എത്രയാണ്? 0 തന്നെയാണ്. അപ്പൊ ഈ പൊസിഷനിലുള്ള വാല്യൂ എടുത്തിട്ട് പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അടുത്തത് വീണ്ടും എന്തായി? ഇത് 3 0 ആയി. ഓക്കെ, 3 0 ആകുമ്പോൾ എന്താണ്? ലാസ്റ്റ് വാല്യൂ 3 എടുത്തിട്ട് ഇവിടെ പ്രിന്റ് ചെയ്യും അല്ലേ? അത് കഴിയുമ്പോൾ എന്താണ്? ജെ 4 ആയില്ലേ? ജെ 4 ആകുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആയിട്ട് ഔട്ട് ചെയ്യും. ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്? ഒരു ന്യൂ ലൈനിലോട്ട് വരും, നെക്സ്റ്റ് ലൈനിൽ വന്ന് നിൽക്കും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പം ഇനി അടുത്തെന്താണ്? ഇപ്പം ജെ എത്രയായി നിൽക്കുവാണ്? സോറി, ഐ എത്രയായി നിൽക്കുവാണ്? ഈ സെക്കൻഡ് ടൈം വരുമ്പോൾ ഇവിടെ വന്ന് ഐ ഇൻക്രീസ് ആയി അല്ലേ? ഐ ഇൻക്രീസ് ആയിട്ട് ഐ എത്രയായി? 1 ആയി. വീണ്ടും ഇവിടെ റീഇനിഷ്യലൈസേഷൻ അല്ലേ? അപ്പം ജെ 0 ആവും. കണ്ട? അപ്പൊ 0th പൊസിഷനിൽ 1 കോളം, അതായത് 0th പൊസിഷനിൽ 1 എന്ന് പറയുന്ന കോളം. അപ്പൊ ഈ വാല്യൂ പിക്ക് ചെയ്യും. മനസ്സിലായോ? പിക്ക് ചെയ്തിട്ട് അത് നെക്സ്റ്റ് ലൈനിൽ അവിടെ പ്രിന്റ് ചെയ്യും. വീണ്ടും ഈ 1 കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് 1 എന്ന് പറയുന്ന എലമെന്റ് എടുക്കും. 1 എന്ന് പറയുന്ന എലമെന്റ് എടുക്കുമ്പോൾ ഏതായിരിക്കും വരുന്നത്? ഈ വാല്യൂ വരും. 5 എന്ന് പറയുന്ന വാല്യൂ വരും. 5 എന്ന് പറയുന്ന വാല്യൂ എടുത്തിട്ട് അവിടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അത് കഴിഞ്ഞ് വീണ്ടും ഇത് 1 തന്നെയാണ്, ഇത് 2 അല്ലേ? അപ്പൊ 2 1 ആയി. 2 1 ആയപ്പോൾ എത്ര എടുത്തു? 8 എടുത്തു. അതോടെ പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? അങ്ങനെയാണ് ട്രാൻസ്പോസ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സ് വെച്ചിട്ട് തന്നെ നമുക്ക് പറയാം. ഈ മെട്രിക്സ് വെച്ചിട്ട് ആദ്യം പറയുന്നത് എന്താണ്? ഈച്ച് സം ഓഫ് ഈച്ച് റോ. ഓക്കെ, സം ഓഫ് ഈച്ച് റോ. ഓരോ റോയുടെയും സം പ്രിന്റ് ചെയ്യണം. ഓരോ റോയുടെയും സം പ്രിന്റ് ചെയ്യാന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ആദ്യം ഐ വേരി ചെയ്യാതെ ജെ ലാസ്റ്റ് വരെ വേരി ചെയ്ത് ഇത്രയും നമ്പേഴ്സ് പിക്ക് ചെയ്ത് സം ചെയ്യണം അല്ലേ? അപ്പം നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഹോൾ സം ആണ്. അതായത് 1 2 3 4 4 5 6 2 7 8 9 1 3 4 5 9 ഇതെല്ലാം കൂടെ സം ചെയ്തതാണ് ആദ്യം ഞാൻ പറഞ്ഞ സം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പറയുന്നത് അതല്ല, ഓരോ റോയും സെപ്പറേറ്റ് സം ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണം. ഓരോ റോയും സെപ്പറേറ്റ് സം ചെയ്ത് പ്രിന്റ് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? 1 + 2 + 3 + 4 എടുക്കുക, പ്രിന്റ് ചെയ്യുക. വീണ്ടും അടുത്ത സം എന്താണ്? 4 + ഇതിന്റെ കൂടെ, ആ സമ്മിന്റെ കൂടെ ഇത് സം ചെയ്ത് വരരുത്. മനസ്സിലായോ? അല്ലാതെ 4 + 5 + 6 + 2 എടുത്ത് സം ചെയ്തിട്ട് പ്രിന്റ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മാട്രിക്സ് റീഡ് ചെയ്തു.
റീഡ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്, റിപ്പീറ്റ് സം ചെയ്യണമെങ്കിൽ ഒരു വേരിയബിൾ സീറോ ഇനിഷ്യലൈസേഷൻ ചെയ്ത് ആ വേരിയബിളിലോട്ട് ആഡ് ചെയ്ത് പോയാൽ മതി എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എങ്ങനെ കൊടുത്തേ, ബിഗിനിങ്ങിൽ, അതായത് ലൂപ്പിന് മേളിലായിട്ട് s=0 എന്ന് കൊടുത്തു. പക്ഷെ ഇവിടെ നമുക്ക് അത് പറ്റൂല. കാരണം എന്താ, ഓരോ റോ കഴിയുമ്പോഴും ആ റീ ഇനിഷ്യലൈസേഷൻ വരണം. ഫസ്റ്റ് റോ സം എടുത്തു, പ്രിന്റ് ചെയ്തു, അത് കഴിഞ്ഞ് വീണ്ടും സം എന്താണ്, 0 ആവണം അല്ലേ. അപ്പോൾ നമ്മൾ ബിഗിനിങ്ങിൽ, അതായത് ലൂപ്പിന് മേളിൽ സീറോ ഇനിഷ്യലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വരില്ല. ആദ്യത്തെ റോയുടെ സമ്മിൻ്റെ കൂടെ അടുത്ത റോ ആഡ് ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ അങ്ങനെ ചെയ്യരുത്. അപ്പം നമ്മൾ കൊടുക്കുന്നത് എന്താണ്, ഈ ഫോർ ലൂപ്പിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് സമ്മിനെ 0 ആക്കാം. മനസ്സിലായോ? ഫോർ ലൂപ്പിലോട്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, സമ്മിനെ 0 ആക്കും. മനസ്സിലായല്ലോ? എന്നിട്ട് ഇവിടെ എന്ത് കൊടുക്കണം, സം ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ ജെ തന്നെ പറഞ്ഞാൽ മതി. നേരത്തെ പറഞ്ഞ പോലെ കൊടുക്കരുത്, കാരണം നമ്മൾ റോയും കോളും തിരിഞ്ഞു പോകും അല്ലേ. ഈച്ച് റോ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഈച്ച് റോ എന്ന് പറയുമ്പോൾ എന്താണ്, ഐയും ജെയും. ആദ്യം 0 0 0 1 0 2 0 3 അത്ര എടുത്ത് സം ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഉടനെ എന്ത് ചെയ്യണം, സമ്മിനെ പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് സം ഓഫ് റോ അല്ലേ. ഈച്ച് റോ എന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് റോ എന്നോ ഐത്ത് റോ എന്നോ ഒക്കെ പറയാം അല്ലേ. ഐത്ത് റോ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സം ഓഫ് ഐയുടെ വാല്യൂ വരേണ്ടത് എന്താണ്, പെർസെൻറ്റേജ് ഡി കൊടുക്കുക അല്ലേ. ഐത്ത് റോ എന്ന് കൊടുത്തിട്ട് പെർസെൻറ്റേജ് ഡി കൊടുക്കുക, സമ്മിന് വേണ്ടി ഒരു വേരിയബിൾ അല്ലേ. എന്നിട്ട് കോഡ്സ് ക്ലോസ് ചെയ്യാം. ഐ പ്രിന്റ് ചെയ്യിപ്പിക്കണം, എസ് പ്രിന്റ് ചെയ്യിപ്പിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ കൊടുക്കുമ്പം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു, ഐ 0 ഇനിഷ്യലൈസേഷൻ ചെയ്ത് അതിനുശേഷം എന്ത് കൊടുക്കുക, എസിന് 0 ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്യാം. എസ് 0 ഇനിഷ്യലൈസ് ചെയ്തു, ജെ ഇനിഷ്യലൈസ് ചെയ്ത് 0 ആയി. ബിഗിനിങ്ങിൽ ഏത് വാല്യൂ എടുക്കും, 0 0 എന്ന് പറയുന്ന പൊസിഷൻ എടുക്കും. ഓക്കെ. എന്നിട്ട് ജെ സം ചെയ്തു, സം ചെയ്ത് എസിൽ സ്റ്റോർ ചെയ്തു അല്ലേ. അപ്പോൾ ബിഗിനിങ്ങിൽ എസിൻ്റെ വാല്യൂ 0 ആണ്, അതിൻ്റെ കൂടെ ഈ 1 എടുത്തു, അപ്പോൾ എസ് എന്തായി, 1 ആയി അല്ലേ. എന്നിട്ട് ജെ ഇൻക്രീസ് ചെയ്തു, അപ്പോൾ ജെ സെക്കൻഡ് അടക്കുന്നത്, അപ്പോൾ 0 1 ജെ ഇൻക്രീസ് ചെയ്ത് 1 ആയി. അപ്പം നെക്സ്റ്റ് വാല്യൂ എടുത്ത് ഇപ്പോൾ കിടക്കുന്ന സമ്മിലുള്ള വാല്യൂ 1 ആണ്, അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യും, ഇതും കൂടെ ആഡ് ചെയ്യും അല്ലേ. ആഡ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്തു, ജെ ഇൻക്രീസ് ചെയ്ത് 0 2 ആയി അല്ലേ. ആ വാല്യൂ എടുത്ത് സം ചെയ്തു, 0 3 ആയി, ആ വാല്യൂ എടുത്ത് സം ചെയ്തു. ഓക്കെ. എന്നിട്ട് ഈ ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഐയുടെ വാല്യൂ എന്താണ്, 0th പൊസിഷൻ ആയാലും 0 ആണ് വാല്യൂ റോ അല്ലേ. അപ്പം എന്ത്, സം ഓഫ് 0th റോ ഈസ് എന്ത് കൊടുക്കാം, പെർസെൻറ്റേജ് ഡി എസ് എന്ന് കൊടുക്കുമ്പോൾ എന്താണ്, ആ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കാണിക്കും. അതായത് 1 + 2 + 3 + 4 ഇവിടെ സം ചെയ്തിട്ട് ഈ എസിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് ഇവിടെ കാണിക്കും. വീണ്ടും എന്താണ്, ഐ ഇൻക്രീസ് ചെയ്തു അല്ലേ. ഐ ഇൻക്രീസ് ചെയ്ത് ലൂപ്പിൽ കയറുന്ന സമയത്ത് എസ് വീണ്ടും എന്തായി, 0 ഇനിഷ്യലൈസേഷനായി. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റ് ലൂപ്പിനകത്ത് ഇനിഷ്യലൈസേഷൻ കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ സം, അതായത് 6 + 4 10 എന്ന് പറയുന്ന വാല്യൂ കിടക്കും. ആ 10ന്റെ കൂടെ ആയിരിക്കും അടുത്ത റോയുടെ സം അവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പൊ അടുത്തെന്താ വരുന്നേ, അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈച്ച് കോളം ആണ് സം ചെയ്യേണ്ടതെങ്കിൽ, കോളം ആണ് സം ചെയ്യേണ്ടതെങ്കിൽ എങ്ങനെ വരും, ഇതാണ് ഫസ്റ്റ് കോളം അല്ലേ. അതായത് ഐ പിന്നെ ജെ കോൺസ്റ്റന്റ് ആയിരിക്കുക, ഐ വേരി ചെയ്യുക, അതാണ് വേണ്ടത് അല്ലേ. അങ്ങനെ നമുക്ക് ഇവിടെ ലൂപ്പിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും, ഇന്നർ ലൂപ്പിന് നമുക്ക് റോ എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷനിൽ കൊടുക്കാം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്, സം ഓഫ് ഈച്ച് കോളം എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനകത്തെ കോളം കോൺസ്റ്റന്റ് ആക്കി വെച്ച് റോ വേരി ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ മറ്റേ ട്രാൻസ്പോസ് പറഞ്ഞ പോലെയാണ്, സെയിം തന്നെ വരണം. ഇവിടെയും ലൂപ്പിനകത്ത് കയറുമ്പോൾ 0 ഇനിഷ്യലൈസേഷൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ മാത്രമേ ചേഞ്ച് ഉള്ളൂ അല്ലേ. ഇവിടെ എന്ത് കൊടുക്കണം, ജെ ഐ എന്ന് പറയാം. കണ്ട, ജെ ഐ എന്ന് പറയുമ്പം എങ്ങനെ വരും, ഇതിൻ്റെ വേരിയേഷൻ എങ്ങനെ വരും എന്ന് നോക്കിയേ. ആദ്യം വരുന്നത് 0 0 ആണ് അല്ലേ, 0 0 ആണ്. എന്നിട്ട് എന്താ ചെയ്യാം, നെക്സ്റ്റ് ടൈം വരുമ്പം ജെ ആണ് വേരി ചെയ്യുന്നത്. ജെ വേരി ചെയ്തിട്ട് 1 ആകും, ഇത് 0 തന്നെ നിൽക്കും. കണ്ടോ, വീണ്ടും ജെ വേരി ചെയ്ത് 2 ആകും, ഇത് 0 തന്നെ നിൽക്കും. വീണ്ടും ജെ വേരി ചെയ്ത് 3 ആകും, ഇത് 0 തന്നെ നിൽക്കും. മനസ്സിലായോ? അപ്പോൾ
കോളം കോൺസ്റ്റന്റ് ആക്കി നിർത്തുന്നു, റോ മാറുകയാണ്. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ എനിക്ക് പിക്ക് ചെയ്ത് വരുന്നത് അല്ലേ. ആദ്യം വരുന്നത് എന്താണ്? 0 0, അതായത് ഈ പൊസിഷൻ വരും അല്ലേ. അടുത്തെന്താ വരുന്നത്? 1 0 അല്ലേ. അതായത് ഈ പോർഷൻ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കുകയാണ്. ഐ എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ വരുമ്പോൾ മാത്രമേ ഇൻക്രീസ് ആവുന്നുള്ളൂ, ഇതിവിടോട്ട് വരുന്നില്ല. അപ്പോൾ ആദ്യം ജെ മാക്സിമം വരെ വേരി ചെയ്യിക്കുകയാണ്. അപ്പോൾ വേരി ചെയ്യുന്ന എലമെന്റിനെ റോയുടെ പൊസിഷനിൽ പറയുക. അപ്പോൾ എന്തെടുത്തു? ജെ ഐ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം 0 0 വന്നു, പിന്നെ 1 0 വന്നു, പിന്നെ 2 0 വന്നു, പിന്നെ 3 0 വന്നു. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കോളത്തിലുള്ള എല്ലാ വാല്യൂം പിക്ക് ചെയ്ത് സം ചെയ്ത് ഇവിടെ പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഐത്ത് ഇവിടെ എന്ത് പറയണം? കോളം എന്ന് പറയാം. മനസ്സിലായി? ഐത്ത് കോളം ഈസ് എന്ത് കൊടുക്കാം? ഐത്ത് കോളം ഈസ് പെർസെൻറ്റേജ് ഡി എസ് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ്? ജെ ഐ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പിക്ക് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ എന്തായി? ഐ വേരി ചെയ്തിട്ട് എങ്ങനെ വരും? ഐ 1 ആയി അല്ലേ. ഐ 1 ആകുമ്പം 1ഉം ജെ എന്തായിട്ട് വയ്ക്കും? 0 ആയിട്ട് നിൽക്കും. അപ്പോൾ 0th പൊസിഷൻ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ ഈ 2 പിക്ക് ചെയ്യും അല്ലേ. വീണ്ടും ഇവിടെ 1 1 ആയി, അടുത്തത് 2 1 ആയി, അടുത്തത് 3 1 ആയി. മനസ്സിലായി? അപ്പോൾ കോളം കോൺസ്റ്റന്റ് ആക്കി വയ്ക്കും. കോളം കോൺസ്റ്റന്റ് ആക്കി വെച്ച് ഓരോ വാല്യൂ പിക്ക് ചെയ്ത് സം ചെയ്ത് എസ്സിൽ കിട്ടി ആ വാല്യൂ ഇന്നർ ലൂപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ വാല്യൂടെ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഓക്കെ. അതാണ് കോളം സം. ഈച്ച് കോളം സം എന്ന് പറയുമ്പോൾ നേരെ ഇവിടെ റിവേഴ്സ് അടിച്ചാൽ ജെ മാറ്റി ഐ കൊടുക്കുക, ഐയും ജെയും മാറ്റി കൊടുക്കുക. നമ്മൾ ഇത് തന്നെയാണ് ട്രാൻസ്പോസിന് വേണ്ടി യൂസ് ചെയ്ത സെയിം ലോജിക്ക് അല്ലേ. ഐയും ജെയും മാറ്റി കൊടുക്കുമ്പോൾ എ ഓഫ് ഐ ജെ എന്നാണ് നോർമലി നമ്മൾ റീഡിങ് പ്രിന്റിങ് അതുപോലെ പ്രിന്റ് ചെയ്യാനും അതുപോലെ റീഡ് ചെയ്യാനും എടുക്കുന്നത്. അതേസമയം റീഡ് ചെയ്യുമ്പോൾ മാറ്റി പറയരുത് കേട്ടോ. റീഡ് ചെയ്യുമ്പോൾ ഔട്ടർ ലൂപ്പ് തന്നെ റോ ആയിട്ടും ഇന്നർ ലൂപ്പിനെ കോളമായിട്ടും തന്നെ യൂസ് ചെയ്യണം. അവിടെയും മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്യുന്ന റീഡ് ചെയ്യുന്ന അത് തന്നെ സെയിം തന്നെ ഇവിടെയും പ്രിന്റ് ചെയ്യും. മനസ്സിലായോ? റീഡ് ചെയ്യുമ്പോൾ ഐയും ജെയും പറഞ്ഞ് റീഡ് ചെയ്യുക, പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ജെയും ഐയും ഏതിനാ? ട്രാൻസ്പോസിൽ. അതുപോലെ ഇവിടെയും റീഡ് ചെയ്യുമ്പോൾ ഐ ജെ പറഞ്ഞിട്ട് റീഡ് ചെയ്യുക, എന്നിട്ട് സം ചെയ്യുന്ന സമയത്ത് കോളം സം എടുക്കാൻ വേണ്ടി ജെ ഐ കൊടുക്കാം, റോ സം എടുക്കാൻ വേണ്ടി ഐ ജെ പറയാം. റോ സം പറയുമ്പോൾ ഐ ജെ തന്നെ കൊടുത്ത് ചെയ്യാം. കോളം സം ചെയ്യുമ്പോൾ ജെ ഐ പറഞ്ഞിട്ട് കോളം സം എടുക്കാം. ഓക്കെ. ഇനിയിപ്പോൾ നമുക്കിപ്പം ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ് കിട്ടേണ്ടത്. അതായത് സം ഓഫ് ഫോർവേഡ് ഡയഗണൽ ആണ് പറയുന്നത്. അതെ, ഫോർവേഡ് ഡയഗണൽ പറയുമ്പോൾ ഇത് അല്ലേ. ഈ നമ്പേഴ്സ് ആണ് എനിക്ക് പ്രിന്റ് ചെയ്യിക്കേണ്ടതെങ്കിൽ ഇതെങ്ങനെ മാറ്റണം? ഏതൊക്കെ നമ്പേഴ്സാണ് വരേണ്ടത്? ഈ ഇതിൽ നമ്പേഴ്സ് പറയുമ്പോൾ ഏത് വരും? 1 വരും, 5 വരും അല്ലേ, 8 9 വരും, പിന്നെ ഇവിടെ ലാസ്റ്റിൽ 9 തന്നെയാണ്, +9 അല്ലേ. 1 5 9 9 ആ നമ്പേഴ്സാണ് എനിക്കിവിടെ സം ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിൽ ഈ ഇനിഷ്യലൈസേഷൻ ഇവിടെ കൊടുക്കരുത്. കണ്ടോ? ഈ ഇനിഷ്യലൈസേഷൻ എവിടെ കൊടുക്കണം? ലൂപ്പിന് മുകളിൽ പറയണം. S = 0 എന്ന് കൊടുത്തു. കാരണം ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോൾ മാത്രം സം ചെയ്താൽ മതി അല്ലേ. 2 മെത്തേഡിൽ നമുക്ക് ചെയ്യാം. 2 മെത്തേഡിൽ ചെയ്യാം. എങ്ങനെയൊക്കെ ചെയ്യാം? ഇവിടെ ഇപ്പം ഞാൻ കൊടുക്കുകയാണ് ഇഫ് ഇവിടെ പൊസിഷൻ നോക്കൂ എങ്ങനെയാണ് വരുന്നത്? 0 0, ഇവിടെ വരുമ്പോൾ 1 1, ഇവിടെ വരുമ്പോൾ 2 2, ഇവിടെ വരുമ്പോൾ 3 3 അല്ലേ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോജിക്ക് കിട്ടി. ഈ പൊസിഷൻ 0 0, ഇവിടെ 1 1, ഇവിടെ 2 2, ഇവിടെ 3 3 അല്ലേ. ഇത് 2 മെത്തേഡ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെയൊക്കെ ആയിരിക്കും? ആദ്യത്തെന്ന് പറയുന്നത് ഇഫ് ഐ = j ആണോ നോക്കുക. ആണെങ്കിൽ സം ചെയ്യുക. S = S + A of I j എന്ന് കൊടുക്കുക. S = S + A of I j അല്ലേ. ഇത് ക്ലോസ് ചെയ്തു, ഇത് ക്ലോസ് ചെയ്തു. കണ്ടോ? ഈ 2 ലൂപ്പും കണ്ടിന്യൂസ്ലി വേരി ചെയ്യുവാണ്. അപ്പം ബിഗിനിങ്ങിൽ ജെ എന്ന് പറയുന്നത് എന്തായി? 0 to ഏതുവരെ മൂവ് ചെയ്യും? 4 വരെ മൂവ് ചെയ്യും. അപ്പം എപ്പോഴൊക്കെയാണോ ഈക്വൽ ആകുന്ന സമയത്ത് ഐയും ജെയും, അതായത് 0 0 1 1 2 2 3 3 എന്ന് പറഞ്ഞിട്ടാണ് റോയും കോളവും പോകുന്നത് അല്ലേ. അപ്പം എപ്പോൾ ഈക്വൽ ആകുന്നോ ആ സമയം സം ചെയ്യാം. ഇവിടെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് സം ഓഫ് ഫോർവേഡ് ഡയഗണൽ ഈസ് % d കൊടുത്തിട്ട് എന്ത് പ്രിന്റ് ചെയ്യണം? S പ്രിന്റ് ചെയ്യണം. കണ്ട? 2 ലൂപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് പ്രിന്റ് ചെയ്യാം.
ഓക്കെ, 2 കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് പ്രിന്റ് ചെയ്യും. അതായത് എപ്പോഴാണോ ഈക്വൽ ആകുന്നത്, ഐയും ജെയും ഈക്വൽ ആയാൽ മാത്രം പ്രിന്റ് ചെയ്യാം. അത് ഇഫ് കണ്ടീഷൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ കണ്ടീഷൻ ചെക്ക് ചെയ്ത് ട്രൂ ആകുമ്പോൾ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി വേറൊരു മെത്തേഡ് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അല്ലേ, സിംഗിൾ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. എങ്ങനെ സിംഗിൾ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യാം? സിംഗിൾ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പം ഐ ജെ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ പറയുകയാണ് എസ് ഇസ് ഈക്വൽ ടു 0 കൊടുത്തു, എസ് ഈക്വൽ ടു എ ഓഫ് ഐ ഐ എന്ന് പറഞ്ഞു. ശരിയല്ലേ? എസ് ഈക്വൽ ടു എ ഓഫ് ഐ ഐ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് റോയ്ക്ക് ഐയെ കൊടുക്കാവൂ, കോളത്തിന് ജെയെ കൊടുക്കാവൂ, അങ്ങനെ റൂളൊന്നുമില്ല. നമ്മൾ കോമൺ ആയിട്ട് മെട്രിക്സ് പറയുമ്പോൾ എപ്പോഴും ഐ ജെ എന്ന് പറഞ്ഞു പോകുന്നതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ. അതിനകത്ത് വരുന്ന വാല്യൂവിനാണ് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഞാനിവിടെ സിംഗിൾ ലൂപ്പ് കൊടുത്തിട്ട് ഇവിടെ പറയാണ് എ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ ഐ എന്ന് കൊടുത്തു. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ ഐ എന്ന് കൊടുക്കുമ്പോൾ എന്താ ചെയ്യാം, ഐയുടെ വാല്യൂ എത്രയാ 0, ഇതും എത്രയാ 0, അപ്പോൾ 0 0 എടുത്തു. ഐ ഇൻക്രീസ് ചെയ്ത് അടുത്ത വാല്യൂ എന്തായി 1 1 ആയി. ഓക്കെ, അടുത്ത വാല്യൂ എന്തായി 2 2 ആയി, അടുത്ത വാല്യൂ എന്തായി 3 3 ആയി. അപ്പോൾ ആ വാല്യൂസ് പിക്ക് ചെയ്യുമല്ലോ, അവിടെ പിക്ക് ചെയ്ത് സം ചെയ്ത് ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യുന്നു, എസ്സിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ എന്ത് കൊടുക്കാം, പ്രിന്റ് എഫ് ഇങ്ങനെ കൊടുത്തു, സം ഓഫ് ഫോർവേഡ് ഡയഗണൽ ഈസ് എന്ത് പറഞ്ഞു പെർസെൻറ്റേജ് ഡി കൊടുത്തിട്ട് എസ് പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് പ്രിന്റ് ചെയ്യും, ഫോർവേഡ് ഡയഗണൽ പ്രിന്റ്. വളരെ സിമ്പിളായൊരു ലോജിക്കാണിത് അല്ലേ. മറ്റേതാണെങ്കിൽ അങ്ങനെ 2 ലൂപ്പ് യൂസ് ചെയ്തു, കോമൺ ആയിട്ട് നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുന്ന പോലെ 2 ലൂപ്പ് യൂസ് ചെയ്തു, അതിനകത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഈ ഫൈ ഈക്വൽ ടു ജെ ആണെങ്കിൽ സം ചെയ്യാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെയല്ല ചെയ്ത്, സിംഗിൾ ലൂപ്പ് യൂസ് ചെയ്തു, എന്നിട്ട് മെട്രിക്സ് പറഞ്ഞപ്പോൾ എന്ത് കൊടുത്തു, ഐ എന്ന് കൊടുത്തു അല്ലേ, 2ലും ഐയുടെ വാല്യൂ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് പറയുന്നത്, ഫോർവേഡ് ഡയഗണൽ പറയുന്നത്. ശരി, അപ്പം ഈച്ച് റോ ആയി ഈച്ച് കോളമായി ഫോർവേഡ് ഡയഗണൽ അല്ലേ. ഇനി നോക്കുകയാണെങ്കിൽ ഇതും ചെയ്യാം അല്ലേ, ബാക്ക്വേർഡ് ഡയഗണൽ. ബാക്ക്വേർഡ് ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ വാല്യൂസ് ആണ് അല്ലേ, ഇത് തന്നെയാണ് ബാക്ക്വേർഡ് ഡയഗണൽസ് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ ഏതൊക്കെയാണ് വാല്യൂസ് വരുന്നത്, 4 6 8 3 അല്ലേ. ഇങ്ങനെ ഈ 3 നമ്പേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെ ആഡ് ചെയ്യും, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പൊസിഷൻ കൂടെ പറഞ്ഞേ. ഇത് വന്നപ്പോൾ എത്രയായി, 0 3 ആയി പൊസിഷൻ അല്ലേ. ഇതെത്രയായി 1 2 ആണ് പൊസിഷൻ. ഇതാകുമ്പോൾ 2 1 ആണ് പൊസിഷൻ. ഇവിടെ വന്നപ്പോഴോ 3 0 ആണ് പൊസിഷൻ. കണ്ടോ, 0 3 1 2 2 1 3 0 അതാണ് അതിൻ്റെ പൊസിഷൻ വരുന്നത് അല്ലേ. 0 0 3 എന്ന് പറയുമ്പോൾ ഈ പൊസിഷൻ. അടുത്തത് 1 2 എന്ന് പറയുമ്പോൾ ഇതാണ് പൊസിഷൻ. അടുത്തത് 2 1 എന്ന് പറയുമ്പോൾ ഇതാണ് പൊസിഷൻ. അടുത്തതോ 3 0 എന്ന് പറയുമ്പോൾ ഇതാണ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു റിലേഷൻ നോക്കിയാലേ നമുക്ക് ലോജിക്ക് ചെയ്യാൻ പറ്റും അല്ലേ, എങ്ങനെ വന്നു എന്നുള്ളത്. ഇത് നോക്കിയേ, റോ എന്ന് പറയുന്നത് ഇൻക്രീസിങ് നമ്പറാണ്, 0 1 2 3 എന്ന് പറഞ്ഞാൽ വരുന്നത്. കോളം എന്ന് പറയുന്നത് ഡിക്രീസിങ് നമ്പറാണ്, 3 2 1 0 അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, റോ എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഇൻക്രീസിങ് നമ്പറും കോളം എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഡിക്രീസിങ് നമ്പറുമാണ്. അപ്പം തന്നെ ലോജിക്കായി അല്ലേ. അപ്പോൾ ഈ ഫോർ ലൂപ്പ് എങ്ങനെ മാറ്റി എഴുതും, നമ്മൾ ഈ ഫോർ ലൂപ്പ് എങ്ങനെ എഴുതാം, 2 ഇനിഷ്യലൈസേഷൻ വേണം അല്ലേ. ഐ ഇസ് ഈക്വൽ ടു 0 j is equal to 3. എന്തുകൊണ്ടാണ് 3 കൊടുത്തേ, 4/4 മെട്രിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് കോളത്തിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. മനസ്സിലായോ, കോമയാണ് ഇവിടെ. ഐ ഇസ് ഈക്വൽ ടു 0 j is equal to 3. സെമി കോളൻ കൊടുക്കുക. ഐ മാക്സിമം വരെ, ഐ ഏതുവരെ മൂവ് ചെയ്യണം, 4 വരെ മൂവ് ചെയ്യണം. വേണമെങ്കിൽ ജെയും പറയാം, കാരണം ഇവിടെ ജെ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഒന്ന് ഇൻക്രീസ് ചെയ്ത് ഒന്ന് ഡിക്രീസ് ചെയ്തും പോവുക. അപ്പം കറക്റ്റ് നമ്പർ ഓഫ് ടൈംസ് ആണ് അത് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു കണ്ടീഷൻ പറഞ്ഞാൽ മതി. ഇപ്പോൾ മോർ ദാൻ 1 കണ്ടീഷൻ വേണമെങ്കിൽ നമുക്കൊരു ആൻഡ് ഓപ്പറേറ്റർ ഇട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓർ ഓപ്പറേറ്റർ ഇട്ടിട്ട് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കാരണം ഐ നമ്മൾ 0 നിന്ന് 3 ആകുമ്പം ഇത് 3 നിന്ന് തിരിച്ച് 0 ആവും. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത് കറക്റ്റാണ് അല്ലേ, സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു കണ്ടീഷൻ പറഞ്ഞാൽ മതി, സെമി കോളൻ ഐ ഇൻക്രീസ് ചെയ്യാം, കോമ ജെ
ഡിക്രീസ് ചെയ്യാം. മനസ്സിലായോ? ഇവിടെ എന്ത് പറയണം? എസ് ഇസ് ഈക്വൽ ടു 0 പറയണം അല്ലേ? ഇവിടെ എന്ത് കൊടുത്തു? എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എ ഓഫ് ഐ ജെ. ഈ ലൂപ്പിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നുള്ളൂ. ഇവിടെ എന്ത് കൊടുക്കാം? പ്രിന്റ് ഓഫ് സം ഓഫ് ബാക്ക്വേർഡ് ഡയഗണൽ ഈസ് പെർസെൻറ്റേജ് ഡി കോമ എസ് പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? സം ഓഫ് ബാക്ക്വേർഡ് ഡയഗണലാണ്. മനസ്സിലായോ? അപ്പോൾ ബാക്ക്വേർഡ് ഡയഗണലിൽ എന്ത് പറയാം? പെർസെൻറ്റേജ് ഡി കൊടുത്തിട്ട് എസ് പ്രിന്റ് ചെയ്തു. നോക്കിക്കേ എങ്ങനെ വരുന്നതെന്ന്. ഇവിടെ ആദ്യം വന്നപ്പം I0 J3, അത് കഴിഞ്ഞപ്പോൾ I ഇൻക്രീസ് ചെയ്തു, J മൈനസ് ചെയ്തു. ഓക്കെ, വീണ്ടും I ഇൻക്രീസ് ചെയ്തു, J മൈനസ് ചെയ്തു, വീണ്ടും I ഇൻക്രീസ് ചെയ്തു, J മൈനസ് ചെയ്തു. കണ്ടോ? അപ്പോൾ ഓരോ പൊസിഷനിലെ വാല്യൂ പിക്ക് ചെയ്തിട്ട് സം ചെയ്ത് ഇവിടെ സ്റ്റോർ ചെയ്യും, എസ്സിൽ സ്റ്റോർ ചെയ്യും. ലൂപ്പിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന സമയത്ത് എസ് പ്രിന്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് വന്നു? ബാക്ക്വേർഡ് ഡയഗണലിൻ്റെ പ്രിന്റ് വന്നു. ഓക്കെ, നമ്മൾ ആദ്യം എങ്ങനെയാണ് അതിൻ്റെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്യണം. ആദ്യം ഏതൊക്കെ നമ്പർ, ഒരു എക്സാമ്പിൾ ഒരു എഴുതുക, ഒരു മാട്രിക്സ് എഴുതുക, എഴുതിയിട്ട് ഏതൊക്കെ നമ്പേഴ്സാണ് പിക്ക് ചെയ്യേണ്ടതെന്ന് എഴുതുക, അതിൻ്റെ പൊസിഷൻ എഴുതുക. ആ പൊസിഷൻ എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്ക് ലോജിക്ക് കിട്ടി. ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് എന്താ 1 1 1 2 എന്നും പറഞ്ഞ് കിട്ടിയില്ല. ഫോർവേഡ് ഡയഗണലിൽ 0 0 1 1 2 2 3 3 എന്നും പറഞ്ഞ് നമുക്ക് അതിൻ്റെ പൊസിഷൻ കിട്ടി. അപ്പോൾ പൊസിഷന് ആദ്യം വാല്യൂസ് എഴുതുക, അതിൻ്റെ സൈഡിൽ പൊസിഷൻ എഴുതുക. എങ്ങനെ ആ വാല്യൂ പിക്ക് ചെയ്യും? ആ വാല്യൂ പിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്? പൊസിഷൻ അറിയണം അല്ലേ? അപ്പോൾ പൊസിഷനാണ് നമ്മൾ വെച്ചിട്ടാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അവിടെ ലോജിക്ക് നമുക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ പൊസിഷനിലെ വാല്യൂ പിക്ക് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ ആദ്യം ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു കോളമൊക്കെ നമ്മൾ സൈഡിൽ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് പെട്ടെന്ന് നമുക്ക് ലോജിക്ക് അതിൽ നിന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് 2 ഡയമെൻഷണൽ അറേ പറയുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പോൾ ആ പോർഷൻ ഫുൾ കവർ ചെയ്തിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പ്രോഗ്രാം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, നെക്സ്റ്റ് ടൈം കാണാം.